ഞാൻ 2004 കസേരയൊക്കെ വേറൊരാൾക്ക് കൊടുത്തപ്പോൾ ഞാൻ വേറൊരു വീട്ടിലോട്ട് മാറി. എൻ്റെ സംഘടന ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു തന്നു. എനിക്ക് വാങ്ങിച്ചു തന്നല്ല, അവരുടെയാണ്. എനിക്ക് സ്വത്തില്ല, വീടില്ല, കാറില്ല, ജീപ്പില്ല, മോട്ടോർ സൈക്കിളില്ല, സൈക്കിള് പോലും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ അവരുടെ പേരിൽ ഒരു ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് പറഞ്ഞു, അങ്കിളും ആൻറ്റി ഇവിടെ താമസിച്ചാട്ട് ജീവിതകാലം മുഴുവൻ താമസിക്കാം. ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ലില്ലി ഒരു ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് വിട്ടു 2004. എന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കുക ഓരോന്ന്. ഞാനും എൻ്റെ ഇളയ മോനും മാത്രമേ ഉള്ളൂ. ഞാൻ പറയും, കർത്താവേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കണമേ, കർത്താവേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കണമേ, കർത്താവേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കണമേ. എൻ്റെ മോൻ ചോദിച്ചു, ഡാഡിക്ക് എന്തോ കിറുക്കാന്ന്, ഈ വീട്ടിലെന്തോ സമാധാനത്തിൻ്റെ കുറവാണ്. ഞാൻ പറഞ്ഞു, മോനെ ഉള്ള സമാധാനം പോരാ, കുറച്ചുകൂടെ. എനിക്ക് സമാധാനം, എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം, എൻ്റെ മക്കൾക്ക് സമാധാനം, എൻ്റെ മരുമക്കൾക്ക് സമാധാനം, ഭാവിയിൽ എൻ്റെ കൊച്ചുമക്കൾക്ക് സമാധാനം പോരാ, കുറച്ചുകൂടെ സമാധാനം. ഞാൻ സമാധാനം കൊടുക്കും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ യേശു ആരാണ്? അവൻ സമാധാനം തരുന്നവനാണ്. അവൻ ജനിച്ച ദിവസം, ക്രിസ്മസ് ദിവസം തന്നെ ആകാശത്ത് ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഈ ഭൂമിയിൽ സമാധാനം. പക്ഷെ സമാധാനം ഇല്ലാത്ത ഒത്തിരി വീടുകൾ ഇന്ന് പെന്തിക്കോസുകാരാന്ന് പറയുന്നവരുടെ വീട്ടിലുണ്ടാകും, വിശ്വാസികളാന്ന് പറയുന്ന മർത്തമക്കാരുടെ വീട്ടിലുണ്ടാകും, വിശ്വാസികളാന്ന് പറയുന്ന യാക്കോബക്കാരുടെ വീട്ടിലുണ്ടാകും. ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ, സമാധാനം കൊടുക്കുന്നവരായി തീരട്ടെ. ഇന്നു മുതൽ ഓരോരുത്തരും തീരുമാനം എടുക്കട്ടെ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ, പിന്നീട് വീഡിയോയിൽ കാണുന്നവർ, പിന്നീട് യൂട്യൂബിൽ കേൾക്കുന്നവർ തീരുമാനം എടുക്കട്ടെ, ഞാൻ സമാധാനം കൊടുക്കും. അപ്പോൾ എനിക്ക് സമാധാനം എൻ്റെ ദൈവം തരും. എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കും, എൻ്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടായിരിക്കും, എൻ്റെ സഭയിൽ സമാധാനം ഉണ്ടായിരിക്കും, എൻ്റെ ജോലി സ്ഥലത്ത് സമാധാനം ഉണ്ടായിരിക്കും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സമാധാനം നിങ്ങളുടെ അനുഭവമായിരിക്കട്ടെ, നിങ്ങളുടെ അവകാശമായിരിക്കട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പറയുന്നു, സകല അപാകതകളും മാറിപ്പോകട്ടെ, സകല ബലഹീനതകളും മാറിപ്പോകട്ടെ, സകല പാപങ്ങളും മാറിപ്പോകട്ടെ, സകല വേദനകളും മാറിപ്പോകട്ടെ. സമാധാനത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.